കൊലപാതകം തെറ്റാണെങ്കിൽ ഒരു രാജ്യത്ത് കുറ്റവാളികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും തെറ്റാകണമല്ലോ. വധശിക്ഷയുടെ മാനദണ്ഡം എന്താണ്? ഒരാളെ നേരിട്ട് ദ്രോഹിക്കുന്നത് മാത്രമാണോ തെറ്റ്? എത്ര നല്ല നിയമത്തിലും പഴുതുകൾ ഉണ്ടാവില്ലേ? ജീവസന്ദേശത്തിൻ്റെ പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. ദൈവിക വ്യവസ്ഥകളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ കൽപ്പനകളെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഒരു വ്യക്തിക്ക് സാധ്യമാകും. മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായതെന്ന തിരുവചനത്തിലൂടെ മനുഷ്യൻ്റെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് അവൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് ശബത്ത് കൽപ്പനയിലെ ദൈവഹിതമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. ദൈവസന്നിധിയിലല്ലാതെ തനിക്ക് യഥാർത്ഥ സ്വസ്ഥത ലഭിക്കുകയില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവവേദലിന് ആ കൽപ്പന എന്നും ആനന്ദപ്രദമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ആരാധിക്കുവാനുള്ള ഉൾപ്രേരണ സാർവത്രികമാണ്. അതില്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തെപ്പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നുന്നതും തങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നതുമായ വ്യക്തിയെയോ ശക്തിയെയോ മനുഷ്യർ പൊതുവെ ആരാധിക്കുന്നു. ആരാധിക്കുവാൻ മനുഷ്യർക്ക് പല കാരണങ്ങളുണ്ടാകാം. ഭയമാകാം, കാര്യസാധ്യമാകാം, ആചാരമാകാം, അജ്ഞതയാകാം, അങ്ങനെ പലതും. എന്നാൽ സത്യ ആരാധന എന്താണ്? അത് എപ്രകാരമായിരിക്കണം? അത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആരാധനയുടെ ഒരു ചിത്രം വിടർന്നു കഴിഞ്ഞു. ഞായറാഴ്ച ആരാധനാലയം, ആരാധനക്രമം, പാട്ട്, സംഗീതോപകരണങ്ങൾ, കുർബാന അല്ലെങ്കിൽ കർത്തൃമേശ, പ്രസംഗം, ശുശ്രൂഷകൾ, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ല എങ്കിൽ ആരാധന ആകില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഗംഭീരം എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ ആരാധന ഉദാത്തമാകുമെന്നാണ് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. ആനയും അമ്പാരിയും ആലവട്ടക്കുടയും അംശവടിയും ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ദീപാലങ്കാരവും ശരണമന്ത്രങ്ങളും ആരാധന അർത്ഥവത്താക്കുമെന്ന് ചിന്തിച്ചാൽ ഇല്ല, തെറ്റാണ്. അമ്പരചുംബികളായ ആലയങ്ങളും നിലനിലയായി മെഴുകുതിരികളും ആർക്കും പ്രവേശനമില്ലാത്ത ശ്രീകോവിലുകളും മദ്വഹയും പുരോഹിതൻ്റെ വർണ്ണശബളമായ ഉടയാടയും കാഴ്ചയിൽ പ്രൗഢി കൊണ്ടുവന്നേക്കാം. പക്ഷേ അത് സത്യ ആരാധന ആകില്ല. കാരണം യഥാർത്ഥ ആരാധന അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പുറംപൂച്ചുകളിലോ ശക്തി പ്രകടനങ്ങളിലോ അല്ല. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദൈവവുമായുള്ള ഏകീകരണത്തിൽ ജീവിക്കുവാനാണ്. അങ്ങനെ ദൈവവുമായുള്ള ഏകീകരണത്തിൽ ആയിത്തീരുന്നതാണ് സത്യാരാധന. സത്യാരാധന പ്രഥമമായും വ്യക്തിഗതമാണ്. വ്യക്തിഗതമായ ആരാധന ഇല്ലാത്തവർ ഒന്നിച്ചുകൂടി ആരാധിക്കുന്നു എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാകുന്നു. വ്യക്തിപരമായി അനുവർത്തിക്കുന്ന ആത്മീയ കാര്യങ്ങൾ മറ്റുള്ളവരുടെയും ആത്മീയ വർധനയ്ക്കായി ഒന്നിച്ചുകൂടി ചെയ്യുന്ന ഇടമാണ് പുതിയ നിയമസഭ. യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന്. ആത്മാവിൽ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയോടോ ആവശ്യത്തോടോ എന്ന് നാം അതിനെ ചുരുക്കി ചിന്തിക്കരുത്. അതിൻ്റെ അർത്ഥം ആത്മമണ്ഡലത്തിൽ എന്നാണ്, ദ സ്പിരിച്വൽ വേൾഡ്. അതിൻ്റെ ശരിയായ അർത്ഥം അങ്ങനെയാണ് വരുന്നത്. വെറും ബുദ്ധിയിലോ വികാരത്തിലോ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചോ ആകരുത് സത്യാരാധന. ആരാധിക്കുന്നവൻ്റെ ആത്മാവ് ദൈവവുമായി ഏകീകരിക്കപ്പെടുന്ന അനുഭവമാണത്. ആരാധന സത്യത്തിലുള്ളതായിരിക്കണമെങ്കിൽ ആരാധിക്കപ്പെടുന്നവൻ അതിന് യോഗ്യനായിരിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതിൽ മനുഷ്യൻ്റെ ദേഹം, ദേഹി, ആത്മാവ് ഇവ മൂന്നും ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കുമ്പോൾ ദൈവപുത്രൻ്റെ ആത്മാവിനാൽ അവൻ്റെ ആത്മാവ് ഏകീഭവിക്കപ്പെടുകയും നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് ആത്മാവിൽ അവൻ ഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ്റെ മനസ്സ് ഈ ലോകത്തിന് അനുരൂപമായിരിക്കുന്നതിനാൽ അവൻ മനസ്സ് പുതുക്കണം. അത് ജീവിതത്തിൽ പ്രകടമാക്കുവാൻ ശരീരത്തെ യാഗമായി സമർപ്പിക്കുമ്പോൾ ആരാധനക്കാരൻ ദൈവവുമായി സ്വരൈക്യത്തിലായിത്തീരുന്നു. ഇതിനെയാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് ബൈബിളിൽ പറയുന്നത്. ദൈവം തൻ്റെ ജനത്തിന് കൽപ്പനകൾ നൽകുമ്പോൾ അവിടുന്ന് ആരംഭിക്കുന്നത് തന്നെ ആരാധനയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിക്കുവാൻ നാം ആരംഭിച്ചപ്പോൾ ചില കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. ദൈവം മോശയിലൂടെ തൻ്റെ ന്യായപ്രമാണം ജനത്തിന് കൊടുക്കുന്നതിൻ്റെ തുടക്കമാണ് 20-ാം അധ്യായത്തിൽ നാം കണ്ടത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചത് ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു എന്നാണ്. 10 കൽപ്പനകൾ ഒന്നാമതായി ദൈവം ഉണ്ടാക്കിയ നിയമമാകുന്നു, ദൈവം നൽകിയ നിയമമാകുന്നു. രണ്ടാമതായി അവൻ തന്നെ അത് അരുളി ചെയ്തതാണ്. മനുഷ്യനോട് ദൈവം പല പ്രകാരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 10 കൽപ്പനകൾ നൽകുമ്പോൾ സംസാരിച്ചതുപോലെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഈ പ്രമാണങ്ങൾ മനുഷ്യന് നൽകിയിരുന്നതാണ്. അതായത് സകല മനുഷ്യൻ്റെയും മനസാക്ഷിയിൽ എഴുതപ്പെട്ട നിയമമാണ് അത്. എന്നാൽ പാപം മനുഷ്യൻ്റെ മനസാക്ഷിയെ വിരൂപമാക്കിക്കളഞ്ഞതിനാൽ 10 കൽപ്പനകളിൽ കാണുന്നത് പോലെ ആ നിയമങ്ങൾ ശക്തമായി ഊന്നിപ്പറയേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ കൽപ്പനകൾ നൽകുക വഴി സകല സൃഷ്ടിയുടെയും ആരാധനയ്ക്ക് താൻ മാത്രമാകുന്നു യോഗ്യനെന്ന് ദൈവം പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു. ഇന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കണം. 7-ാം വാക്യം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചല്ലോ. 8-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 8 മുതൽ 11 വരെ ഞാൻ വായിക്കാം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജാതിക്ക് ശബത്ത് ദിവസം തികച്ചും അസാധാരണമായ രീതിയിലാണ് നൽകപ്പെട്ടത്. ഇത് ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ഒരു നിയമമായിരുന്നു. ഏത് ദിവസമാണ് എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നാം ഉപയോഗിക്കുന്ന കലണ്ടർ പ്രകാരം 7-ാം ദിവസം ശനിയാഴ്ചയാണോ അല്ലയോ എന്ന് പറയുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് ആഴ്ചയുടെ 1-ാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ നാം ആഴ്ചയുടെ 1-ാം ദിവസം വിശുദ്ധമായി കണ്ട് ആരാധിക്കുന്നു. അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ശബത്ത് നാളിനെക്കുറിച്ച് കുറെ കൂടി വിശദമായി സംസാരിച്ചിരിക്കുന്നത് 31-ാം അധ്യായത്തിലാണ്. 31-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ ഈ വിഷയം കുറെ കൂടി വിശദമായി നിങ്ങളെ പഠിപ്പിക്കാം. ഇന്ന് ശബത്തിൻ്റെ പ്രസക്തി എന്താണ്? ക്രിസ്തീയ സഭയ്ക്ക് ശബത്ത് ബാധകമാണോ? ഈ വിഷയങ്ങൾ നമുക്ക് അന്ന് പഠിക്കുവാൻ സാധിക്കും. ഇനിയും 10 കൽപ്പനകളിൽ 2-ാമത്തെ ഭാഗത്തേക്കാണ് നാം വരുന്നത്. അത് മനുഷ്യനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അത് കുടുംബത്തിൽ ആരംഭിക്കുന്നു എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാണെന്ന് പിന്നീട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കൽപ്പനയെക്കുറിച്ച് പിന്നീട് കൂടുതലായി നാം ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് അതും ഞാൻ പിന്നീട് വരുന്ന സമയത്തേക്ക് മാറ്റിവെക്കുകയാണ്. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് കൊല ചെയ്യരുത്. അത് 6-ാമത്തെ കൽപ്പനയാണ്. കൊല ചെയ്യരുത്. കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള യുദ്ധത്തോട് എതിർപ്പുള്ളവർ ഈ വാക്യം ഉപയോഗിക്കാറുണ്ട്. അവർ പറയുന്ന പട്ടാളത്തിൽ ചേർന്നാൽ മറ്റുള്ളവരെ കൊല്ലേണ്ടി വരില്ലേ, അതുകൊണ്ട് പട്ടാളത്തിൽ ചേരുന്നത് തെറ്റാകുന്നു എന്ന് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നു. കൊല ചെയ്യരുത് എന്ന കൽപ്പന ഒരു രാജ്യത്തിനല്ല, ഒരു വ്യക്തിക്കാണ് നൽകിയത്. ഇതോർക്കണം. യാതൊരു മനുഷ്യനും വേറൊരു വ്യക്തിയെ സ്വന്തം ഇഷ്ടപ്രകാരം കൊല്ലുവാൻ പാടില്ല. അത് തെറ്റാണ്, നിയമലംഘനമാണ്. എന്നാൽ ഒരു കുറ്റവാളിയെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിനോ
പടയാളിയായി സേവനം ചെയ്യുന്നതിനോ ഈ കൽപ്പന ഒരിക്കലും തടസ്സമാകുന്നില്ല. മനുഷ്യജീവൻ എടുത്തു മാറ്റിക്കൊണ്ടാണെങ്കിലും ജീവനെ സംരക്ഷിക്കുവാനുള്ള അധികാരം ഒരു രാഷ്ട്രത്തിന്, അതിൻ്റെ ഭരണാധികാരികൾക്ക് ദൈവം നൽകിയിരിക്കുന്നു. നീ കൊല ചെയ്യരുത് എന്ന കൽപ്പന ഒരു വ്യക്തിയോടുള്ള കൽപ്പനയാണ്. കോപത്തിൽ നിന്നും ഉളവാകുന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്നത് വ്യക്തമാകുന്നുമുണ്ട്. സഹോദരനോട് കോപിക്കുക പോലും അരുത് എന്നാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോപിച്ചാൽ അത് കൊല ചെയ്തതിന് സമമായിരിക്കും എന്നും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് വ്യഭിചാരം ചെയ്യരുത്. 7-ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത്. വിവാഹബന്ധത്തിന് പുറത്ത് നടക്കുന്ന എല്ലാ ലൈംഗിക ബന്ധങ്ങളും വ്യഭിചാരമാണ്. അത് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈംഗിക വിപ്ലവത്തിൻ്റെ കാലത്താണ് നാം ഇന്നായിരിക്കുന്നത്. ദൈവം തൻ്റെ ന്യായവിധി ഒരു സമൂഹത്തിൽ അയക്കുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഒരു ലൈംഗിക വിപ്ലവം തന്നെ ആകുന്നു എന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വിപ്ലവത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ദശലക്ഷക്കണക്കിന് ഇൻ്റർനെറ്റ് അശ്ലീല സൈറ്റുകളും എന്തു ചെയ്താലും അതിൽ തെറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന മനുഷ്യരും പിന്നെന്തോ വേണം? ദൈവം കൽപ്പിച്ചിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത്. വിവാഹം കഴിച്ച ഒരാൾ വിവാഹബന്ധത്തിന് പുറത്തുള്ളവരുമായി ബന്ധപ്പെടുന്നതിനെ വ്യഭിചാരമെന്നോ പരസംഗമെന്നോ വിളിക്കുന്നു. മറ്റെല്ലാ ലൈംഗിക വൈകൃതങ്ങളെയും ദുർനടപ്പെന്നോ ദുഷ്കാമമെന്നോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതവും ഉത്തരവാദിത്വവും തമ്മിൽ പ്രതിബദ്ധതയുമുള്ള വിവാഹബന്ധത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ സംതൃപ്തിയും ആനന്ദവും ആസ്വദിക്കുവാൻ ദൈവം മനുഷ്യനിൽ രൂപകൽപ്പന ചെയ്ത അനുഗ്രഹമാണ് ലൈംഗികത. ദൈവം വെച്ചിരിക്കുന്ന രൂപകൽപ്പനയ്ക്ക് വിരുദ്ധമായി പോകുന്നത് അപകടമാകുന്നു, പ്രകൃതി വിരുദ്ധമാകുന്നു. വിവാഹബന്ധത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധപ്പെടലുകൾ, സ്വവർഗരതി, മൃഗങ്ങളുമായുള്ള ലൈംഗിക ബന്ധപ്പെടലുകൾ, വേശ്യാവൃത്തി, സ്വയംഭോഗം, അശ്ലീലാസ്വാദനം, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് കഴിയുക എന്നിത്യാദി പ്രവർത്തനങ്ങളെ ദുർനടപ്പിൽ ഉൾപ്പെടുത്തി ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നു. ഈ കൽപ്പന ഇന്നും നിലനിൽക്കുന്നു എന്നത് മറന്നു പോകരുത്. സമൂഹം അതിനെ വേറെ വിധത്തിൽ കാണും, പക്ഷേ ബൈബിൾ അത് എന്നും കാണുന്നത് വ്യഭിചാരമായും പാപമായിട്ടുമാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് മോഷ്ടിക്കരുത്. 8-ാമത്തെ കൽപ്പന മോഷ്ടിക്കരുത് എന്നുള്ളതാണ്. മോഷണം പല വിധത്തിലുണ്ട്. ഒരു വീട് തകർത്ത് അതിനകത്ത് കയറി മോഷ്ടിക്കുകയോ വലിയ തുകകൾ അടിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നാം സാധാരണ മോഷണം എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. എന്നാൽ ശമ്പളം വാങ്ങിയിട്ട് അതിനുള്ള ജോലി ചെയ്യാതിരിക്കുന്നത് മോഷണമാകുന്നു എന്ന് മറക്കരുത്. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാത്ത പക്ഷം അത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കൽപ്പനകളെല്ലാം ഓരോന്നായി നൽകിയിരിക്കുമ്പോഴും അവയെല്ലാം പരസ്പര ബന്ധിതമാണ്. അതായത് വ്യഭിചാരം ചെയ്യുവാൻ താങ്കൾക്ക് അനുവാദമുണ്ടെങ്കിൽ കൊല്ലുവാനും മോഷ്ടിക്കുവാനും അധികാരമുണ്ട്. ഒന്ന് തെറ്റാണെങ്കിൽ മറ്റുള്ളവയും തെറ്റായിരിക്കും. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. ഇവിടെ 9-ാമത്തെ കൽപ്പന നാം കാണുന്നു. കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. അയൽക്കാരനെതിരായി കള്ളസാക്ഷ്യം പറയുന്നത് ഈ കൽപ്പന പൂർണ്ണമായി വിലക്കുന്നു. 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഇത് 10-ാമത്തെ കൽപ്പനയത്രേ. അത്യാഗ്രഹം വിഗ്രഹാരാധനയാണെന്നാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഇക്കാലത്ത് അറിഞ്ഞും അറിയാതെയും ആളുകൾ ചെയ്യുന്ന വലിയ പാപങ്ങളിലൊന്നാണിത്. കൊലപാതകവും മോഷണവും കള്ളസാക്ഷ്യവും അത്യാഗ്രഹവും എല്ലാം കുറ്റകരമാണെന്ന് ദൈവം തന്നെ പറയുന്നു. ഈ കൽപ്പനകൾ തന്നെ വ്യത്യസ്തമായൊരു വിധത്തിൽ പിന്നീട് നമുക്ക് പഠിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചുരുക്കി പറഞ്ഞു മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നാം പിന്നെ പോകുന്നതാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമസംഹിതയായ 10 കൽപ്പനകൾ നൽകി. ദൈവം അവർക്ക് സാമൂഹിക വ്യവസ്ഥിതിയെ സംബന്ധിക്കുന്ന നിയമങ്ങളും നൽകി. സമാഗമന കൂടാരവും യാഗപീഠവും പണിയുന്നത് സംബന്ധിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ അവർക്ക് കൊടുത്തു. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെക്കുറിച്ച് വിശദമായി
ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയും ന്യായപ്രമാണത്തിൻ്റെ ഭാഗങ്ങളും ഒന്നിച്ചു പോകുന്നവയാണ്. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഇടിയും മിന്നലുമൊക്കെയും ഇസ്രായേൽ ജനം കണ്ടപ്പോൾ അവർ ഭയപ്പെടുകയും പർവ്വതത്തിൽ നിന്ന് അകന്ന് മാറുകയും ചെയ്തു. 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്ത് നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. ന്യായപ്രമാണം ഉന്നതമായ ഒരു മാനദണ്ഡമാണ് അവതരിപ്പിച്ചത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പൂർണ്ണത ആവശ്യപ്പെടുന്നു. ന്യായപ്രമാണം അനുഷ്ഠിച്ച് രക്ഷപ്പെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ പൂർണ്ണനായിരിക്കേണ്ടതാണ്. നിങ്ങൾ പരിപൂർണനല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ന്യായപ്രമാണം മൂലം രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ കൃപയുടെ വ്യവസ്ഥിതിയിൽ ദൈവത്തിന് നമ്മെപ്പോലെയുള്ള അരിഷ്ടപാപികളെ അംഗീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനും കഴിയുമെന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മനോഹാരിതയും നന്മയുമാണ് കൃപ വെളിവാക്കുന്നത്. 22-23 വാക്യങ്ങളിൽ, അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ ജീവനുള്ള ദൈവമാണെന്നുള്ള വസ്തുത അവരെ ബോധ്യപ്പെടുത്തേണ്ടതിനാണ് ദൈവം അപ്രകാരം പ്രത്യക്ഷനായതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അവർ മിസ്രൈമിൽ വിഗ്രഹങ്ങളുടെ ഇടയിൽ വളർന്നവരും അതിൽ ജനിച്ചു വളർന്നവരാണ്. അവരൊക്കെ അതിനെ ആരാധിച്ചു വന്നവരാണ്. അവർ സൃഷ്ടാവിനേക്കാൾ അധികമായി സൃഷ്ടിയെ ആരാധിക്കുന്നവരായിരുന്നു. അതായിരുന്നു അവരുടെ പശ്ചാത്തലം. അങ്ങനെയുള്ളൊരു ജനത്തോട് ദൈവം അടുത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്. ജീവനുള്ള ദൈവം അടുത്ത് ചെല്ലുകയാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ നൽകി. ഇവിടെ കൽപ്പനകൾക്കൊപ്പം ദൈവം അവർക്ക് യാഗപീഠത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. യാഗപീഠം നമുക്കറിയാം, അത് യാഗത്തിനാണ് ഉപകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും അവിടുന്ന് ചൊരിഞ്ഞ രക്തത്തെയുമാണ് യാഗപീഠം കുറിക്കുന്നത്. സമാഗമന കൂടാരം പണി കഴിപ്പിക്കുന്നതിന് മുൻപ് നിർമ്മിച്ചതായിരുന്നു യാഗപീഠം. അവർ യാത്ര ചെയ്തിടത്തൊക്കെയും ഇതുപോലെ ഒന്ന് അവർ ഉണ്ടാക്കിയിരുന്നു എന്ന് കരുതാവുന്നതാണ്. സമാഗമന കൂടാരം പണി കഴിച്ചപ്പോൾ മാത്രമാണ് കൊണ്ടു നടക്കാവുന്ന യാഗപീഠം ഉണ്ടാക്കിയത്. അതാണ് വേറൊരു പ്രത്യേകത. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിൻ്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിൻ്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇസ്രായേൽ മക്കൾ അനുഷ്ഠിക്കുവാൻ ദൈവം അവർക്ക് നൽകിയ പലതരം യാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹോമയാഗമാകാം, സമാധാനയാഗം, പാപയാഗം. ഇവിടെ കാണുന്ന ഈ യാഗപീഠത്തിന്മേൽ പാപയാഗം അർപ്പിക്കുന്നതിൻ്റെ യാതൊരു സൂചനയുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? തന്നെ ദൈവത്തോട് നിരപ്പിക്കുന്ന ഒരു യാഗം മനുഷ്യന് ആവശ്യമുണ്ടെന്ന വസ്തുതയാണ് സമാധാനയാഗം വെളിവാക്കുന്നത്. തൻ്റെ ക്രൂശിലെ രക്തത്താൽ ക്രിസ്തു സമാധാനമുണ്ടാക്കിയെന്ന് നാം വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ യോഗ്യതകളും രക്ഷിക്കുവാനുള്ള അവൻ്റെ കഴിവുമാണ് ഹോമയാഗം സൂചിപ്പിക്കുന്നത്. ഈ യാഗപീഠം മണ്ണുകൊണ്ടുണ്ടാക്കേണ്ടതാണ്. അതിന്മേലായിരുന്നു ഇസ്രായേൽ മക്കൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിക്കേണ്ടത്. പാപയാഗവും അതിക്രമയാഗവും മറ്റ് യാഗങ്ങളും പിന്നീടാണ് ഇസ്രായേൽ ജാതിക്ക് നൽകിയത്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ടത് പണിയരുത്. നിൻ്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. ഈ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. യാതൊരു കൊത്തുപണികളും ഇല്ലാത്ത കല്ലുകൊണ്ടൊരു സാധാരണ യാഗപീഠം പണിയണമെന്നാണ് ദൈവം മോശയിലൂടെ കൽപ്പിച്ചത്. ദൈവം ആഗ്രഹിച്ചത് അതാണ്. ചിലപ്പോൾ ഒരു
കൊത്തുപണിക്കാരന് ഈ യാഗപീഠം ആകർഷകവും കാണുവാൻ ഭംഗിയുള്ളതും മനോഹരവും ആക്കി തീർക്കാമെന്ന് ആഗ്രഹമുണ്ടായേക്കാം. ആയുധം കൊണ്ട് കല്ല് തൊടുന്ന അവസരം കല്ല് അശുദ്ധമായിത്തീരുന്നു. ദൈവം അതിനെ തള്ളിക്കളയും. ഇന്ന് നാം നമ്മുടെ പള്ളികളിലും ആരാധനാ സ്ഥലങ്ങളിലും കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാക്കുവാൻ ശ്രമിക്കുന്നില്ലേ? ആരാധനയുമായി ബന്ധപ്പെട്ടതെല്ലാം ഏറ്റവും ആകർഷകവും കാണുവാൻ ഭംഗിയുള്ളതും മനോഹരവുമായിരിക്കണമെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. ആരാധനാ സ്ഥലം ആകർഷണീയവും മനോഹരവും ആയിരിക്കുന്നതിൽ തെറ്റില്ല. അത് അങ്ങനെ ആയിരിക്കുകയും വേണം. എന്നാൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൂതിന് തടസ്സമായി തീരുകയും ക്രൂശിൽ മരിച്ച കർത്താവിൽ നിന്ന് ശ്രദ്ധ അകറ്റിക്കളയുകയും ചെയ്യുന്നതാകുന്നു എങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ പട്ടണത്തിൽ പോയപ്പോൾ കൊരിന്ത്യയിലുള്ളവർ വലിയ തത്വജ്ഞാനികളാണെന്ന് മനസ്സിലാക്കി. പൗലോസ് അപ്പോസ്തലനെ കണ്ടപ്പോൾ ആ തത്വജ്ഞാനികൾക്ക് അവനോട് വാദപ്രതിവാദം നടത്തണമെന്ന് തോന്നി. അവർ അവനോട് തർക്കിക്കുകയും തങ്ങൾ ബുദ്ധിജീവികളാണെന്ന് കാണിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അഥേനയിലും ഇതേ അനുഭവമാണ് പൗലോസ് അപ്പോസ്തലനുണ്ടായത്. പിന്നീട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനാണ് പ്രസംഗത്തിൽ നാം സ്ഥാനം നൽകേണ്ടത്. അല്ലാതെ പ്രസംഗപീഠം എത്രമാത്രം നന്നായിരിക്കുന്നുവെന്നോ പള്ളിമണി എത്രമാത്രം വലിയ ശബ്ദമുണ്ടാക്കുന്നുവെന്നോ വിശുദ്ധ സ്ഥലം എത്ര മനോഹരമായിരിക്കുന്നുവെന്നോ കൊയർ എത്ര ഉന്നതമായിരിക്കുന്നുവെന്നോ സംഗീതം എത്ര നന്നായിരിക്കുന്നുവെന്നോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ടോ പ്രസംഗകൻ എത്രമാത്രം പണ്ഡിതനാകുന്നു എന്നോ ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടാകും. എന്നാൽ യേശുവിനെ ഉയർത്താത്ത ഒരു സ്ഥലത്തും ദൈവനാമം മഹത്വപ്പെടുന്നില്ല. ക്രൂശിൽ മരിച്ച കർത്താവിൽ നിന്ന് ശ്രദ്ധ അകറ്റിക്കളയുകയും ദൈവത്തെക്കാൾ ഉപരി പുറമോടികൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ആരാധനാ സ്ഥലങ്ങളും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമാണ്. അവിടെ വാസ്തവത്തിൽ ദൈവത്തെ അധിക്ഷേപിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഈ പറഞ്ഞ പലതും എടുത്തിട്ട് നേരം പോക്കിൻ്റെ ഒരു സമയമാക്കി അതിനെ തീർത്ത് കളയുന്നു. 26-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത. എൻ്റെ യാഗപീഠത്തിങ്കൽ നിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്. യാഗപീഠത്തിങ്കലേക്ക് മനോഹരമായ പടികൾ നിർമ്മിക്കുവാൻ ചിലർ താൽപ്പര്യപ്പെടാറുണ്ട്. അത് വളരെ സൗകര്യപ്രദവുമായിരിക്കും. പാവാട പോലെയുള്ള വസ്ത്രമാണ് അക്കാലത്ത് അവർ ധരിച്ചിരുന്നത്. പടികൾ കയറുന്നതിന് വേണ്ടി അവൻ്റെ വസ്ത്രം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ അവൻ്റെ നഗ്നത കാണുവാൻ ഇടയാകും. കർത്താവ് പറയുന്നു, നിൻ്റെ നഗ്നത കാണുവാൻ ഇടയാകരുത് എന്ന്. ജഡസംബന്ധമായ കാര്യങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് അവിടുത്തെ പാഠം. നമ്മുടെ ജഡാഭിലാഷപ്രകാരം ചെയ്യുന്നതിനെ എല്ലാം ദൈവം വെറുക്കുന്നു. ദൈവം അവയെ ഉപയോഗിക്കുന്നില്ല. എൻ്റേതായ ചിന്താഗതിയോടുകൂടി എനിക്ക് പേരും പെരുമയും ഉണ്ടാകുവാൻ എൻ്റെ പ്രസംഗമോ എൻ്റെ പാട്ടോ എൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ ഞാൻ ചെയ്യുന്നുവെങ്കിൽ ദൈവം അവയെ ഉപയോഗിക്കുന്നില്ല. ഇത് നാം വളരെ സൂക്ഷിക്കേണ്ടതാണ്. ജഡം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തും ദൈവനാമം മഹത്വപ്പെടില്ല. ഇന്ന് അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ അല്ല പ്രസംഗകനെയാണ് കാണുന്നത്. അത് നല്ല കാര്യമല്ല. ഒരു നല്ല പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ദൈവികമല്ല. നല്ല പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല, നല്ല രക്ഷകനെക്കുറിച്ച് അറിയുകയാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലരുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എത്ര മനോഹരമായിരിക്കുന്നു, എന്തൊരു വാക്ചാതുര്യം. എന്നാൽ വേറെ ചിലരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾ പറയും, ദൈവം എത്ര വലിയവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ ശ്രോതാക്കൾ യേശു എത്ര വലിയവനാണ് എന്ന് പറയണം. അതായിരിക്കണം ഓരോ പ്രസംഗകൻ്റെയും ആത്യന്തികമായ താല്പര്യം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, അവൻ്റെ മനസ്സലിവിനെക്കുറിച്ച്, യേശുവിൻ്റെ ആർദ്രതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇടയാകുന്നതായിരിക്കണം ഓരോ ദൈവവചന ശുശ്രൂഷയും.
പ്രസംഗപീഠത്തിലും സഭയിലും ശുശ്രൂഷയിലും ഒന്നും ജഡത്തിൻ്റെ പ്രകടനം ആവശ്യമില്ല, നഗ്നത ആവശ്യമില്ല. അവിടെ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായ ധാരാളം ആത്മീയ സത്യങ്ങൾ ഈ കൽപ്പനകളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവയെ മനസ്സിലാക്കി പ്രമാണിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് അടുക്കുവാനുള്ള ന്യായപ്രമാണത്തിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തു മൂലം മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ പദവി എത്ര മഹത്തരമാണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയുന്നത്. എങ്കിലും അതോടൊപ്പം ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന ബോധ്യവും ഓരോ പുതിയ നിയമ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. മോശയെ പോലെ ദൈവസന്നിധിയിൽ അടുത്തിരുന്ന് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിക്കും ഇന്ന് കൃപ ലഭിച്ചിരിക്കുന്നു. ആ അനുഗ്രഹവും ആനന്ദവും പൂർണ്ണമായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.